നമ്മളിന്ന് വന്നത് ഒരു കൂട്ടം സൂര്യകാന്തികൾ പൂത്ത് നിൽക്കുന്നു. അത് കാണാൻ നല്ല രസമുണ്ടെന്ന് എന്നോടൊരു ചേച്ചി പറഞ്ഞ് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കിച്ചു എന്ത് ചെയ്തെന്നറിയോ, പെട്ടെന്ന് എന്നെ അങ്ങോട്ടേക്ക് തിരിച്ച് ഒരു ടിക്കറ്റിന് 30 രൂപയാണ്. 2 ടിക്കറ്റ് എടുത്തു 60 രൂപ. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളകത്തോട്ട് തിരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് മാന്, ഒട്ടകം, ഇതൊക്കെ അവർ ജീവനുള്ളതല്ല, അല്ലാതെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി പോകുമ്പോൾ അറിയാം എത്രത്തോളം ഭംഗിയുണ്ടെന്നൊക്കെ ഉള്ളത്. ആ ചേച്ചി പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കുളമൊക്കെ കുത്തി അതിൽ പിന്നെ ടാർപോളിനൊക്കെ ഇട്ട് മീനുകളെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്ന്. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ കുറേ മീനിട്ടിട്ടുണ്ട്. ഒരു വള്ളം സെറ്റ് ചെയ്ത് അതിൽ 2 പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. മനുഷ്യരെ കാണിച്ചാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മീൻ എത്ര 10 രൂപയെന്നോ 5 രൂപയെന്നോ പറഞ്ഞു മീൻ പിടിച്ച് കളിക്കുന്നതാണ്. അപ്പോൾ കിച്ചു പറഞ്ഞ് നമുക്ക് മീൻ പിടിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിന് വെറുതെ മീൻ പിടിക്കാൻ വേണ്ടി, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിനടുത്ത് ഒരു കുളം ഉണ്ട്, അവിടെ പോയിരുന്ന് നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു, ഇവിടെ കിടന്ന് പിടിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കിച്ചു അവിടെ നോക്കിക്കൊണ്ട് നിന്നു. ഞാനാണെങ്കിൽ പിന്നെ അവളെ വിളിച്ച് വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ വിചിത്രമായിട്ട് വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഞാനാണെങ്കിൽ നോക്കിയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും കാണുന്നില്ല. ഇനിയാണെങ്കിൽ സൂര്യകാന്തി പാടത്ത് പോയി നോക്കുമ്പോഴത്തേക്ക് അറിയാം. കിച്ചുവിനെ വിളിച്ചിട്ട് വരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ വിളിച്ച് കുറേ നേരം കിടന്നു. എന്നിട്ടാണെങ്കിൽ അവൾ വന്നു. പിന്നെ അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ വാട്ടർഫോൾസ് പോലെ ഇങ്ങനെ മുകളിലോട്ട് വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് തെറിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇങ്ങനെ വാട്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സംഭവം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറേ കഴിക്കാനുള്ള എന്തൊക്കെയോ ചൂടോടുള്ള പലഹാരങ്ങളുണ്ടെന്ന് തോന്നി കേട്ടോ. അത് ഞാൻ വിചാരിച്ച് കണ്ടിട്ട് വന്നതിന് ശേഷം തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ സൂര്യകാന്തികളെല്ലാം തളർന്ന് വാടി തലകുനിച്ച് നിൽക്കുവാണ്. വൈകുന്നേരമാണ് നമ്മൾ വന്നത്. ഇന്നത്തോടെ നമ്മൾ വന്ന അന്നത്തോടെ തീരുവാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ തല കുനിച്ചൊരു ഭംഗിയില്ലാതെ നിൽക്കുവാണ്. അത് പിന്നെ മുകളിലോട്ട് ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറയുകയും ചെയ്തു, പിന്നെ ഇത് നീ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, പിന്നെ നിന്നോട് പറയാൻ ഓർമ്മിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. നേരത്തെ പോയി കാണേണ്ടതായിരുന്നു, ഇന്നത്തോടെ തീരുവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലെന്താ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും കിച്ചുവും കൂടെ വന്നതാണ്. ഞാൻ എൻ്റെ വണ്ടിയിലാണ്, ഞാനും കിച്ചുവും കൂടെ ആകുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയിൽ പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി, ആരെയും താങ്ങണ്ട. അല്ലെങ്കിൽ താങ്ങി നിന്നാൽ അതും കാണൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് 1-2 പൂക്കളൊക്കെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തല താഴ്ത്തി വെച്ച് ഇങ്ങനെ വലിയ ഒരു ഇത് എന്നെ എന്തിന് കൊള്ളാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇതിനിടയിൽ ടൊവീനയുടെ ഫോട്ടോയൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബോർഡ് പോലെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടെയോ ഒരു ഹണി റോസിൻ്റെ അതും വച്ചിരുന്നു, ഇതുപോലെ ഫ്ലക്സ് ഇങ്ങനെ വച്ചിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ നേരത്തെ നല്ല രസമായിരുന്നു കാണും കേട്ടോ. നേരത്തെ നല്ല ഇതായിട്ട് നിന്നപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കാണും. പക്ഷേ എന്താ ചെയ്യാനാണ്, എനിക്ക് വരാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിൻ്റെ കുറേ അടുത്തായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-12 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുക, എനിക്ക് വരാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ചത്. ഒരുപാട് ആളുകൾ വന്നിട്ട് പോകണുണ്ട്. അവർക്കും ഭയങ്കര വിഷമമാണ്. കാരണം ഇതിങ്ങനെ നിൽക്കുമ്പോഴേ ഇതിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ, അത് കാണാനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയി. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ, നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്കെന്നാലും ഇത് കണ്ട ഒരു ത്രില്ലിൽ പിന്നെ ഞാനാണെങ്കിൽ കിച്ചുവിനോട് പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ ഇടും, കുറേ ഫോട്ടോ ഒക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോ കാണിക്കുകയാണ്. പക്ഷേ ഷോ കാണിക്കാനായിട്ട് അവിടെ ഒന്നുമില്ല. ഞാനാണെങ്കിൽ സൂര്യകാന്തി പൂക്കളെയൊക്കെ തലപൊക്കിയൊക്കെ നോക്കുവാണ്, വല്ലതും നടക്കുമോ എന്ന്. പക്ഷേ ഒന്നും തലയുയർത്തി എന്നെ നോക്കുന്നില്ല, തല താഴ്ത്തി വെച്ച് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ വലിയ ഒരു രസമൊന്നുമില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ പറയുകയാണ് വലിയ രസമില്ലടി, ഇന്ന് നമുക്ക് നേരത്തെ വരേണ്ടതായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു അത് തന്നെ, നമുക്ക് നേരത്തെ വരേണ്ടതായിരുന്നു എന്നൊക്കെ. ഞാൻ ഇതിൽ നിന്ന് പിന്നെ കുറേ വിത്തുകളൊക്കെ അടിച്ചു മാറ്റി എടുത്ത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ വിത്തുകളൊക്കെ എടുത്തു. അവിടെയാണെങ്കിൽ പിന്നെ ആരും ഒന്നും പറയുന്നില്ല. ഞാൻ നോക്കുവാണ് ആരെങ്കിലും വല്ലതും പറയുമോ, കൊച്ചേ അവിടെ വെച്ചിട്ട് പോകൂ എന്തെങ്കിലും പറയുമോ എന്ന് നോക്കി. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പിന്നെ കുറേയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ആരൊക്കെയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ധൈര്യത്തിൽ എടുത്തിട്ട് ഞാനാണെങ്കിൽ പിന്നെ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ തലയിൽ കെട്ടുന്ന ബാൻഡൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നേ.
അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചു ആണെങ്കിൽ അവൾക്ക് സ്ലൈഡോ അങ്ങനെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും തലയിലിടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ, ക്ലിപ്പൊക്കെ ഒരു ചീത്തയായി. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇടത്തില്ല, പിന്നെ എന്നാലും വിചാരിച്ചു വാങ്ങി വെച്ചേക്കാം, വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പം വാരി കെട്ടിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും ഒരു 3 ഇങ്ങനത്തെ സംഭവം വാങ്ങിച്ചേ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെയൊക്കെ വാങ്ങുമായിരുന്നു, അപ്പോൾ നിറയെ മുടിയൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ പോയി അവസാനം കോഴിവാല് പോലെയായി, അതിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എൻ്റെ മുടി കണ്ടാൽ ഇപ്പം അമ്മയ്ക്ക് തന്നെ ചിരി വരും, ഇതെന്തുവാ ഇത്, നേരത്തെ ആണെങ്കിൽ നിറയെ മുടി ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കേട്ടോ, എനിക്ക് എന്തിൻ്റെ കേടാണെന്ന് നോക്കണേ, സാരമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇനി മുടി വളരട്ടെ, അങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ രാത്രി കിടക്കുമ്പോഴത്തേക്കാണെങ്കിൽ അങ്ങനെ വലിച്ചൊന്നും കെട്ടിക്കൊണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കാറൊന്നുമില്ല, വലിച്ചൊന്നും കെട്ടിക്കൊണ്ട് കിടക്കാറില്ല. പണ്ട് കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാവോ, രാത്രി വലിച്ച് പിന്നെ പിന്നിയൊക്കെ കെട്ടിത്തരും കേട്ടോ. അപ്പോൾ അമ്മ നന്നായിട്ടൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു മുടിയുടെ കാര്യമൊക്കെ. പിന്നെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, അതൊക്കെ കഴിഞ്ഞിട്ട് പാനിപ്പൂരി, ഇവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നേ, അങ്ങനെ പാനിപ്പൂരി വാങ്ങി. 2 വാങ്ങാൻ പറഞ്ഞപ്പോൾ കിച്ചു പറഞ്ഞ് വേണ്ട, 1 വാങ്ങിച്ചാൽ മതി, നമുക്ക് കൊള്ളാമോ എന്ന് ആദ്യം നോക്കാം, എന്നിട്ട് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ 1 വാങ്ങിയുള്ളൂ. എനിക്ക് വലിയ പാനിപൂരിയോട് വലിയ താല്പര്യമൊന്നുമില്ല, വലിയ ഒരു രസമില്ലാത്തൊരു സാധനം. എല്ലാവരും വാങ്ങി ആർത്തിയോടെ അങ്ങ് കഴിക്കുന്നത് കാണാം. എനിക്കാണെങ്കിൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ആ സമയം കൊണ്ട് എനിക്ക് വല്ല ബെറോട്ടയോ ബീഫോ അങ്ങനെ വല്ലതും കുഴിമന്തിയോ വല്ലതും കിട്ടിയാൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പ്ലേറ്റ് എന്തോ 50 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് മറന്നുപോയി, 50 രൂപയാണെന്ന് തോന്നുന്നു. അങ്ങനെ 50 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇനി ഇത് കഴിക്കുമ്പോൾ അറിയാം ഇതിൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അറിയാം കേട്ടോ. അപ്പോഴാണെങ്കിലാണെങ്കിൽ പാവം അമ്മയെ കൂടെ കൊണ്ടുവരേണ്ട, പിന്നെ നമ്മളാണെങ്കിൽ 2 പേരും കൂടെ ഇങ്ങ് വന്നതുകൊണ്ട് പിന്നെ അമ്മയെ വിളിക്കേണ്ട ടൈമൊന്നും കിട്ടിയില്ല. അമ്മയൊക്കെ വിളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വരാനുള്ള പിന്നെ ആ ഒരു സമയം കൂടെ അങ്ങ് പോകും. അതുകൊണ്ട് പിന്നെ അമ്മയൊന്നും വിളിച്ചില്ല. അങ്ങനെ ഞാനാണെങ്കിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, കിച്ചു ആണെങ്കിൽ ബാക്കിയെല്ലാം കഴിച്ചു കേട്ടോ. ലാസ്റ്റ് കുറച്ചിരുന്നത് പിന്നെ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ കഴിച്ചേ, അങ്ങനെ കൂടുതലൊന്നും ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ പൈസയൊക്കെ കൊടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്ക് ഇതാ നോക്കിയപ്പോൾ നല്ല മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് മീൻ വറുത്തത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. അപ്പോൾ അവർ പറഞ്ഞു മീൻ വറുത്തത് മാത്രമല്ല കപ്പയും ഉണ്ട് ചേച്ചി, കപ്പ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് കപ്പയെ മറികടന്ന് എനിക്ക് ഒരു സംഭവമില്ല, എനിക്ക് കപ്പയും മീനും ആയാൽ ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും കേട്ടോ. അവിടെ ബജ്ജിയൊക്കെ നല്ല ചൂടോടെ വറുത്ത് കോരി ഇടുന്നുണ്ട്, പക്ഷേ എനിക്കതൊന്നും വേണ്ട. എനിക്കാണെങ്കിൽ മീൻ ഇത് വറുത്ത് വെച്ചേക്കുന്നത് മതി. അപ്പം ഞാൻ പറഞ്ഞു കപ്പയും എടുത്ത് മീൻ വറുത്തതും എടുക്കാൻ പറഞ്ഞ്. എന്തായാലും നമുക്ക് അവിടെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നതല്ലേ, ഇനി എൻ്റെ വയറിന് വല്ല പ്രശ്നം ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ. അല്ലെങ്കിലേ എനിക്ക് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് അവിടെ വെച്ച് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 80 രൂപയാണെന്ന് പറഞ്ഞേ, കപ്പയും മീനും കൂടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ, അപ്പോൾ അവർ പറഞ്ഞു 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കപ്പയും ഒരു മീനും കപ്പയും കൂടെ 80 രൂപയെന്ന് ചോദിച്ചു. അപ്പോഴാണെങ്കിൽ അവിടുത്തെ മാമൻ പറഞ്ഞു ചെറുതല്ലേ, 1 കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് മീൻ, അങ്ങനെ 2 പീസാണേ, 2 പീസ് വറുത്ത മീനും കപ്പയും കൂടെ തന്നെ. അതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ഈ സൂര്യകാന്തിയുടെ വിത്തുണ്ടല്ലോ, അത് ഞാൻ പേഴ്സിലാണ് ഇട്ടിരുന്നത്, പേഴ്സിലിട്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് താഴെ വീണേ, അങ്ങനെ ഞാൻ എടുത്തതാണ് കുനിഞ്ഞ്. എന്നിട്ടാണ് 80 രൂപയാണെന്ന് ഇങ്ങോട്ടാണ് തോന്നുന്നത് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ 80 രൂപ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് 80 രൂപ കൊടുത്തു കേട്ടോ. ഇനി അത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്നത് വരെ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ വെച്ച് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കഴിക്കാമായിരുന്നു. പിന്നെ ഇത്രയും ആളുകൾ പോകുന്നിടത്ത് ഞാൻ ഇനി കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഇനി വല്ലതും ആവുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്